ക്രൈസ്തവരുടെ ഏറ്റവും പരിശുദ്ധമായ ദിവസമായ ഞായറാഴ്ച തന്നെ ഈ ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തണമെന്നുള്ള പുതിയ തീട്ടൂരങ്ങളോടാണ് നമുക്ക് വിയോജിപ്പുകളുള്ളത്. ഞായറാഴ്ചയെ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനുകൾക്ക് ഊർജം കിട്ടത്തുള്ളൂ എന്നുള്ള ചിന്തകൾ തികഞ്ഞ മതവിരുദ്ധതയാണ്, ക്രൈസ്തവ വിരുദ്ധതയാണെന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആരാധിക്കാനുള്ളത് ഞങ്ങളുടെ മൗലികമായ അവകാശമാണ്. അതിൻ്റെ മേൽ ഒരു ഭരണകൂടങ്ങൾക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പറ്റും. എല്ലാവർക്കും നമസ്കാരം. റിയർ മിററിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞായറാഴ്ചകളെ ആരാണ് ഭയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ചോദ്യമെന്നാണ് ഈ ദിവസങ്ങളിലൊക്കെ വാർത്താമാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. കേരള ഗവൺമെൻറ് ഈ വരുന്ന ഒക്ടോബർ മാസം 2-ാം തീയതി ഞായറാഴ്ച ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളോടും അവരുടെ രക്ഷിതാക്കളോടും നിർബന്ധമായിട്ടും എത്താനും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുക്കാനുമുള്ള ഒരു പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ലഹരിക്കെതിരെ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗ പ്രവണതകൾക്കെതിരെ തീർച്ചയായിട്ടും പൊതുസമൂഹം ഉണരുകയും വിദ്യാർത്ഥികളെയും മുതിർന്നവരെയും ബോധവൽക്കരിക്കുകയും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമായി നടപ്പിലാക്കുകയും ചെയ്യേണ്ടതാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ ഏറ്റവും വിപ്ലവകരമായും പ്രവാചക ധീരതയോടുകൂടിയും പ്രതികരിച്ചിട്ടുള്ളത് കത്തോലിക്ക സഭയും മെത്രാന്മാരായിട്ടുള്ള പാലായിലെ അഭിവന്ദ്യ കല്ലറങ്ങാട്ട് പിതാവും തലശ്ശേരിയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പിതാവുമൊക്കെയാണ് ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായി പ്രതികരിച്ചിട്ടുള്ളവരിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എന്നും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാർത്ഥികളിലും മുതിർന്നവരിലും വർദ്ധിച്ചു വരുന്ന ലഹരിയോടുള്ള ആഭിമുഖ്യങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെ സമരമുഖങ്ങളിലാണ് എന്നും കത്തോലിക്ക സഭയും വൈദികരും ഒക്കെ നിലകൊള്ളിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ഈ ഒരു നീക്കത്തോടുള്ള പ്രതിഷേധം ക്രൈസ്തവരുടെ ഏറ്റവും പരിശുദ്ധമായ ദിവസമായ ആരാധനയ്ക്ക് വേണ്ടി മതവിശ്വാസ പരിശീലനത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള ദിവസമായ ഞായറാഴ്ച തന്നെ ഈ ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തണമെന്നുള്ള പുതിയ തീട്ടൂരങ്ങളോടാണ് നമുക്ക് വിയോജിപ്പുകളുള്ളത്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ തന്നെ ഏറ്റവും അടിസ്ഥാനങ്ങളിലാണ് ഞായറാഴ്ച ആചരണവും വിശ്വാസ പരിശീലനവും ഒക്കെ നിലകൊള്ളുന്നത്. ക്രൈസ്തവ സഭയുടെ തുടക്കകാലങ്ങളെക്കുറിച്ച് പിറവിയുടെ കാലങ്ങളിൽ നീണ്ട മതമർദ്ദനങ്ങളുടെ റോമൻ ചക്രവർത്തിമാരുടെ കാരാഗ്രഹങ്ങളെയും കൽത്തുറുങ്കുകളെയും വിചാരണ മുറികളെയും മതമർദ്ദനങ്ങളെയൊക്കെ അതിജീവിച്ച ഒരു ചരിത്രമുണ്ട്. അവിടെ ക്രിസ്ത്യാനിയാണെന്ന് പലരും തിരിച്ചറിയപ്പെട്ടത് അവർ ഞായറാഴ്ച ആചരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരുന്ന കൂട്ടായ്മകളിലാണ്. റോമൻ പട്ടാളക്കാർ ചാരന്മാർ മുഖേന ക്രിസ്ത്യാനികളെ തിരിച്ചറിയുകയും അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊലക്കളത്തിലേക്കും കഴുമരത്തിലേക്കും വന്യമൃഗങ്ങൾക്ക് ആഹാരമായിട്ട് മൃഗയ വിനോദങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നു. അങ്ങനെ പിടിക്കപ്പെട്ട് കൊലക്കളത്തിലേക്ക് വിചാരണ മുറികളിലേക്ക് വലിച്ചഴക്കപ്പെട്ട ക്രൈസ്തവരോട് അവരോട് സ്നേഹമുണ്ടായിരുന്ന ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിങ്ങൾക്ക് ഈ ഞായറാഴ്ച ആചരണം നിർത്തിക്കൂടെ? ആ ചോദ്യത്തിന് ആദിമ ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നിന്നുള്ള ധീരമായ ഒരു ഉത്തരം ഇങ്ങനെയാണ്. അത് ലത്തീൻ ഭാഷയിൽ അവർ പറഞ്ഞിരുന്നത് സീനെ ഡൊമേനിക്കോ നോൺ പോസിമൂസ് എന്ന. ഞായറാഴ്ച ആചരിക്കാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ആദിമസഭ എന്തിന് പീഡിപ്പിക്കപ്പെട്ടു, എന്തിന് വന്യമൃഗങ്ങൾക്ക് ആദിമ ക്രിസ്ത്യാനികൾ ഇരയായിത്തീർന്നു, കൽത്തുറുങ്കുകളിൽ സകല അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് അവർ അടയ്ക്കപ്പെട്ടു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഞായറാഴ്ച ആചരിച്ചതുകൊണ്ട് എന്നുള്ളതായിരുന്നു. കാരണം ഒരു ക്രിസ്ത്യാനിയായിട്ട് ഞായറാഴ്ച ആചരണം, കർത്താവിൻ്റെ ദിവസം ആചരിക്കാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് വിശ്വാസത്തിൻ്റെ ബോധ്യമാണ്. ഭാരതത്തിലെ കേരളത്തിലെ ജനാധിപത്യ ഗവൺമെൻറ്റുകൾ ഈ ക്രിസ്ത്യാനിയുടെ ആരാധനയ്ക്കുള്ള മൗലിക അവകാശത്തിൻ്റെ മേലുള്ള ഭീകരമായ അധിനിവേശങ്ങളാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നടത്തിക്കൊണ്ടുവരുന്നത്. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ കാര്യം പറഞ്ഞാൽ അവർക്ക് പണ്ട് തൊട്ടേ വിശ്വാസത്തോട്, ഞായറാഴ്ചകളോട് വല്ലാത്ത ചതുർത്ഥിയുള്ള ചരിത്രമാണുള്ളത്. ചൈനയിലും ക്യൂബയിലും ഫ്രാൻസിലും റഷ്യയിലും അങ്ങനെ എവിടെയൊക്കെ കമ്മ്യൂണിസം അതിൻ്റെ സകല ഭീകര മുഖങ്ങൾ കാണിച്ച് ഏകാധിപത്യത്തിൻ്റെ ഭീകര ദ്രംഷ്ടകൾ പുറത്ത് കാണിച്ചോ, അവിടെയൊക്കെ ഞായറാഴ്ചകൾ വിലക്കേർപ്പെടുകയും ദേവാലയങ്ങൾക്ക് താഴ്വീഴുകയും സകല അനുഷ്ഠാന വിധികളും നിർത്തലാക്കപ്പെടുകയും ചെയ്ത
കറുത്ത ചരിത്രമുണ്ട്. അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് തന്നെയാണ് ഈ ഞായറാഴ്ചകളെ മലിനപ്പെടുത്താനുള്ള കുപ്രസിദ്ധമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ ക്രൈസ്തവന്റെ ആരാധന സ്വാതന്ത്ര്യത്തിനും അവന്റെ വിശ്വാസത്തിനും നേരെയുള്ള ഏകാധിപത്യത്തിന്റെ കടന്നുകയറ്റമായിട്ടാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഭാരതത്തിലെ ക്രൈസ്തവരുടെ ആരാധന സ്വാതന്ത്ര്യത്തിന് നേരെ ഭീകരമായ ഭരണകൂടത്തിന്റെ കടന്നുകയറ്റങ്ങളുണ്ട്. ഞായറാഴ്ചകളിലാണ് ഇവിടെ എൻട്രൻസ് പരീക്ഷകൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞായറാഴ്ചകളിലാണ് PSC പരീക്ഷകൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേരളത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞായറാഴ്ചകളിലാണ് സർക്കാർ ഫയലുകൾ മുൻപോട്ട് നീങ്ങൂ എന്നുള്ള അവസ്ഥയിലാണ് വിചിത്രമായ ഉത്തരവുകളാണ് കേരളത്തിൽ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഈ ഇന്ത്യയിലെ മതന്യൂനപക്ഷമായിട്ടുള്ള ക്രിസ്ത്യാനികളുടെ ആരാധനയുടെ മൗലിക അവകാശത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റവും ഒരു അതിക്രമവുമായിട്ട് ഒരു ക്രൈസ്തവ പീഡനത്തിൻ്റെ പുതിയ ചരിത്രമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തികച്ചും പ്രതിഷേധാർഹമാണ് ഭരണകൂടത്തിൻ്റെ ഏകാധിപത്യപരമായ ഇങ്ങനെയുള്ള പ്രവണതകൾ. ഇത് തിരുത്തപ്പെടേണ്ടതാണ്. മറ്റൊരു വിശ്വാസ സമൂഹത്തിൻ്റെയും ആരാധന ദിവസങ്ങൾക്ക് നേരെ നടപ്പിലാക്കാത്തത്ര ഭീകരമായ ഈ കടന്നുകയറ്റങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും ന്യൂനപക്ഷങ്ങളിലൊന്നായ ക്രൈസ്തവരുടെ നേരെ നടത്തുന്നത് തീർച്ചയായിട്ടും ജനാധിപത്യ ഭരണകൂടങ്ങൾ പുനഃപരിശോധിക്കുകയും അങ്ങനെയുള്ള മതവിരുദ്ധമായ തീരുമാനങ്ങളിൽ നിന്ന് അവർ പിന്തിരിയുകയും ചെയ്യണമെന്നുള്ളതാണ്. ആരാധിക്കാനുള്ളത് ഞങ്ങളുടെ മൗലികമായ അവകാശമാണ്. അതിൻ്റെ മേൽ ഒരു ഭരണകൂടങ്ങൾക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പറ്റില്ല. ഏറ്റവും വിചിത്രമായ കാര്യം, ഒക്ടോബർ 2-ാം തീയതി ഞായറാഴ്ച തന്നെ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ്റെ ഭാഗമാക്കുന്നു. ഒക്ടോബർ 1-ാം തീയതി അത് നടത്താം, ശനിയാഴ്ച. പക്ഷെ അത് ഞായറാഴ്ചയെ ഇവിടെ പരീക്ഷകൾ നടത്താൻ പാടുള്ളൂ. ഞായറാഴ്ചകളിലെ ഈ ഗവൺമെന്റിന്റെ അനങ്ങാത്ത ഫയലുകൾ അനങ്ങത്തുള്ളൂ. ഞായറാഴ്ചയെ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനുകൾക്ക് ഊർജം കിട്ടത്തുള്ളൂ എന്നുള്ള ചിന്തകൾ തികഞ്ഞ മതവിരുദ്ധതയാണ്, ക്രൈസ്തവ വിരുദ്ധതയാണെന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് പ്രതിഷേധിക്കേണ്ട ഒരു വിഷയമാണ്. ക്രൈസ്തവ സമൂഹത്തിന്റെ നിസ്സംഗതയും വിശ്വാസത്തിന് നേരെയുള്ള അധിനിവേശങ്ങളോടുള്ള തികഞ്ഞ അനാസ്ഥയും കൊണ്ടാണ് ഭരണകൂടങ്ങൾ ഇങ്ങനെ ജനവിരുദ്ധമായ തീരുമാനങ്ങൾക്ക് ഒന്നിനു പുറകൊന്നായി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സമൂഹം തങ്ങളെ ബാധിച്ചിരിക്കുന്ന ആലസ്യത്തിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുകയും ഞായറാഴ്ച ആചരിക്കാനുള്ള മതപരമായ ബാധ്യത നിറവേറ്റാൻ ഭരണകൂടങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമൊരുക്കാനുള്ള ഒരു ബാധ്യതയുണ്ടെന്നുള്ളത് തിരിച്ചറിഞ്ഞ് ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ നടത്തേണ്ടതുണ്ട്. ഭാരതത്തിന്റെ ചരിത്രം നിസ്സഹകരണത്തിന്റെ ചരിത്രം കൂടിയുണ്ട്. സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഏകാധിപത്യ പ്രവണതകളോട് നിസ്സഹകരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള ചരിത്രമുണ്ട് സ്വതന്ത്ര ഭാരതത്തിനെങ്കിൽ മനുഷ്യത്വരഹിതമായ ഏകാധിപതികളുടെ തീട്ടൂരങ്ങളോട് നിസ്സഹകരിക്കാനുള്ള ആത്മബോധവും ആർജവത്വവും കേരളത്തിലെ ക്രൈസ്തവർ ഇങ്ങനെയുള്ള വിഷമഘട്ടങ്ങളിൽ, ഇങ്ങനെയുള്ള മതപീഡന ഘട്ടങ്ങളിൽ കാണിക്കണമെന്നുള്ളതാണ് റിയർ മിററിന് പറയാനുള്ളത്. നിസ്സഹകരിക്കാൻ, ആരാധന സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലയിടുന്ന സകല ഏകാധിപത്യ പ്രവണതകളോടും തീട്ടൂരങ്ങളോടും നിസ്സഹകരിക്കാനുള്ള ആത്മബലവും വിശ്വാസത്തിന്റെ ബോധ്യവുമാണ് ഇവിടെ ക്രൈസ്തവർ കാണിക്കേണ്ടത്. ഈ കാലഘട്ടത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിന് ക്ലാസ് എടുക്കാനായിട്ട് വിളിച്ച റിസോഴ്സ് പേഴ്സൺ ട്രെയിനിങ്ങുകൾ നടത്തിയ സ്ഥലങ്ങളിൽ ലഹരിയെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. നല്ല അധ്യാപകരാവുന്നത് എങ്ങനെ, നന്നായി കുട്ടികളെ എന്റർടൈൻ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതൊക്കെയാണ് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് ദോഷൈക ദൃക്കുകൾ പറയുന്നത് അത്രേ. അപ്പോൾ ഇതൊക്കെ ഒരു പ്രഹസനമാണ്. ഒരു മതസമൂഹത്തിന്റെ ആരാധന സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഏറ്റവും ഹീനമായ ഈ കടന്നാക്രമണത്തിൽ നിന്ന് ജനാധിപത്യ ഗവൺമെന്റുകൾ പിന്തിരിയണമെന്നാണ് പറയാനുള്ളത്. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളുടെ മതവിരുദ്ധത പുറത്തെടുക്കാനുള്ള ഒരു കാലമായിട്ടും അവസരമായിട്ടും ഇതിനെ മാറ്റാതിരിക്കാനുള്ള വിവേകം കേരളത്തിന്റെ ഭരണാധികാരികൾ കാണിച്ചിരുന്നെങ്കിലെന്ന്, ന്യൂനപക്ഷമായ ക്രൈസ്തവരുടെ ആരാധന സ്വാതന്ത്ര്യങ്ങളെ മാനിക്കാനുള്ള വിവേകവും വിശാല ഹൃദയവും കാണിച്ചിരുന്നെങ്കിലെന്ന് പ്രത്യാശിക്കുകയാണ്. നന്ദി.